എടാ അമല് പറഞ്ഞ കാര്യം എന്തായി? എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? നമ്മുടെ കാശ് അമലെടുക്കും, നമുക്ക് പോട്ടാ. ഞാനൊന്നുമില്ല. എന്തായി? കഴിഞ്ഞ മഴയത്ത് മൂന്നോർ ആകെ അലമ്പായി കിടക്കുക. ഒരലമ്പൂല, അവിടെയൊക്കെ ശരിയായതാണ്ടാ. അല്ലേലും എല്ലായിടത്തും കാണും, എവിടെയും പോണ കാര്യം പറയുമ്പോൾ വെറ്റി പഠിക്കുന്ന കുറേ തന്നെ പെണ്ണും പിള്ള വിടൂലല്ലോ, അതല്ലേ ധൈര്യം ഉണ്ട്. നീ ഒന്ന് പെണ്ണു അമലെന്തിനാടാ? എടാ പൂളെ, നിന്റെ അടുത്ത് മാത്രമല്ല ഞങ്ങളുടെ അടുത്തും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ വന്നേക്കണത് കേട്ടാ. ചോദ്യം സാധനം തികയൂ? എനിക്കറിഞ്ഞൂടെ ഒരു പ്ലാൻ ഉണ്ട്. എടാ നമ്മുടെ ടോണിനെ കണ്ട നിങ്ങ? ഇവനൊടുക്കത്ത തടിയായിരുന്നു നേരത്തെ, അതിലും തടിയായിരുന്നു നമ്മുടെ ഈ രമയ്ക്ക്. എന്തുള്ളതല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോഴല്ല എല്ലാ പെൺപിള്ളേരത്തും ആ തടി വെച്ചിട്ട് പോയി പറയണ് എനിക്ക് ഇഷ്ടമാണ്. ഏത് പെൺപിള്ളേര്? നീ വെറുതെ ഇല്ലാതെ കഥ ചോദിച്ചോ? അല്ലടാ ആടാ ഇല്ലല്ലോ. ഇവനിങ്ങനെ പറയുള്ളൂ, കാരണം ഇവന് തിരിച്ചു നീ വെറുതെ കഥ പറയാൻ നിൽക്കില്ല. പെൺപിള്ളേർ എന്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഇതാരാണ് സംസാരിക്കണത്? നീ വയറം വെച്ചിട്ട് എന്റെ അടുത്ത് കഥ പറയാൻ നിൽക്കണം. പോടാടുന്നു നിന്റെ വയറം വെച്ചിട്ട് എന്റെ തൊലിക്കട പന്നി. പോടാ. നീ അമല് വന്നടാ. ആ ഇനി അവനെ ഊറ്റി തിന്നടാ നീ. മോനെ വന്നട്ടാ, സാധനം വന്നട്ടാ. എനിക്കായി കാത്തിരിക്കുന്ന പാൽ ജന്മങ്ങളെ. എനിക്ക് ചെറിയ പോലെ എനിക്ക് നിർത്തണ കൊറേ നേരം എന്റെ ഷോ. എടാ നിന്നെ അമ്മ ശരിക്കും കടുക് കുറ്റെടുത്താണ്. പോടാ നീ എന്നോട് ഞാൻ പറഞ്ഞു നീയാണാ നിന്റെ അടുത്തല്ല ലവ് മേടിച്ചിട്ടോ മതിയല്ലോ. ഇന്നലെ ഓസി അടിച്ചില്ല. ഇവൻ കൊണ്ടുവന്ന ബിയറാണ് അറിയോ? എനിക്ക് കൊണ്ടുവന്നാണ്. ആണ് സാറിന്നല്ല അടിച്ചത്. രാമലെ ഞാൻ പോണേണ്. നിനക്ക് എന്റെ കൂടെ കമന്റ് അടിക്കാൻ വീട്ടിലേക്ക് വാ. തൊലിപ്പ് ഉമ്മാരോട് കമന്റ് അടിക്കാൻ ഞാനില്ല. നീ വഴക്കിട്ടോണേണ് ഞാൻ എന്തിനാണ് വന്നത്? പോരാത്തിന് ഞാനും മദ്യം തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. നീ കൈ എടുത്തേ. പോടാ. ഫസ്റ്റ് വെക്കും ആ സുമത്തിന്റെ അണ്ണാക്കിനെ കുറിച്ച് കൊടുക്കും. നിനക്ക് അഭിമാനോടെ വലുത് ഐഡിയ വർക്കൗട്ട്. സാരമില്ലടാ, നീ ഇവിടെ കുഴപ്പമില്ല. എന്റെ പൊന്നോ, ഈ ഫ്ലാറ്റൊക്കെ പെയിന്റ് അടിക്കാൻ പേടിയാണ്. അതെന്താടാ? ഇതൊക്കെ അടിച്ച് താഴ്ത്തെത്തുമ്പോണ്ടല്ല അടിന്ന് പൊളിച്ചു തുടങ്ങും. രാസുമേ, ഇന്നെങ്കിലും ശുഭിച്ചേണ്ടന് പറ്റുകാശ് മേടിച്ച് തന്നോട്ടാ. എടാ അയാൾക്ക് ടൈറ്റ് ആണെന്നാ പറയണത്. വെള്ള ചെക്ക് മാറണോന്നൊക്കെ എന്ത് ഇയാളൊക്കെ എന്താണ് ഇങ്ങനെ? വെറുതെ അല്ലല്ല, പണിയെടുത്ത കാശല്ല അമ്മ ചോദിക്കണത്. ഇങ്ങനെയൊന്നും അല്ലടാ, പുള്ളിക്കാരിയോടാ. വെറുതെ അല്ല പിള്ളേരൊക്കെ പണിയെടുത്തി പോണത്. അല്ലടാ സുമേ, നീ ആ സ്ത്രീക്കുട്ടിയുടെ പുറകെ കിടക്കണ കാര്യം എന്തായി? വല്ല നടക്കോ? ഒന്ന് പതുക്കെ പറയരുത് ചേട്ടൻ. അങ്ങനെ കേട്ടെ ഞാൻ പാട്ടുണ്ടാക്കും. ആകെ നിനക്ക് മാത്രം അറിയാണ്ടോ. അതിലിപ്പോ ഞാൻ അറിയട്ടെ എന്താണ് കാര്യം? നീ അവളോട് പോയി പറടാ. പറയണമെന്നൊക്കെ ഉണ്ട്. അവളുടെ അടുത്തേക്ക് എത്താൻ നേരത്ത് കാല് പെട്ടെന്ന് വിറക്കും. പേടിയാണ് നിനക്ക്? ആ അവളോട് പറയാൻ എനിക്ക് പേടിയാണ്. പേടിയല്ലേ? നീ എവിടെ തൂങ്ങി കിടന്നാണ് പേടിയുടെ കാര്യം പറയാൻ നോക്കി? കഴുതേനെ പോലെ പണിയെടുക്ക്, അതാ നല്ലത്. പോയണം. നിന്റെ വീട്ടിൽ എത്ര കഴുതുണ്ട്? ആളകത്തുണ്ട്. ആ സുമേഷ് ഏട്ടാ, രമേശ് ചേട്ടന്റെ ഇടിയും കൊണ്ട് ഹനുമാമോതായിട്ട് നടപ്പുണ്ട്. വാ കാണിച്ചു തരാം. ഒന്നുമില്ലൊരു കുഴപ്പമില്ല. പറടാ എന്താടാ പറ്റിയെന്ന്. ഒരു കുഴപ്പമില്ലൊന്ന് പോയി തന്നെ. ഞാൻ എന്തിനാ ചോദിക്കണത്? നിനക്ക് എന്തെങ്കിലും പറ്റിയാന്ന്? ഭ്രാന്തൻ. എനിക്കൊന്നും വേണ്ട. നീ ഇതടി തിരുപ്പിക്കൊണ്ടിരിക്കണ പോയാ. എന്താടാ നമുക്ക് പറ്റിയത്? ആ കൊമ്പനാമുറിയിലെ പിള്ളേരില്ലേ ചിത്തോക്ക, അവന്മാര് പിടിച്ചിട്ട് ചാടാ. ജിത്തു ഇങ്ങനെ മതിയാ, ഇങ്ങനെ മതിയാ. എന്തായാലും നീ അപ്പുറത്ത് എന്താ
ഞങ്ങളുടെ മത്തിന് കൈ പറ്റുണ്ടല്ലോ തലവല്ലി പൊളിക്കും കേട്ടോ കേട്ടോ. ഒരു സിപ്പ് താഴെങ്ങാനും മേത്ത് പ്രോട്ടീൻ കയറിയിട്ടില്ല അപ്പോഴാ ഒരു സിപ്പ് താഴെ ഒന്ന് വെറുതെ ഇരി. അങ്ങോട്ട് ഞാൻ കൂടി ബാക്കിയുള്ളൂ. ഒരു സിപ്പ് താഴെ പ്രോട്ടീൻ കിട്ടിയില്ല. ആ സാധനത്തിലുണ്ട് കൂടെ. എന്ത് ജ്യൂസാണ് കുടിക്കണത് ഇവൻ? രമേശ് ഇന്ദുകലാധരൻ ഇന്നാടാ ബിയർ സുമ എന്നാടാ എനിക്ക് വേണ്ട. ചേട്ടൻ പുള്ളക്ക് എന്ത് സ്നേഹമാണ് നിന്നോട്. എടാ സിസ്റ്ററിന്റെ ഒളിയാൻ വെച്ചടാ സാധനത്തിന്റെ പവർ അറിയട്ടെ. കല്ലാത്തറ എഴുന്നേക്കോ. അവന്മാര് ശരിക്കും കുടിച്ചോ? നല്ല ഇടിച്ച് നമ്മ രണ്ടുപേരും കൂടി പോഞ്ഞ നന്നായി. ആരാ വന്നത്? അയ്യോ പോലീസ്. ഒച്ച പറക്കടാ. റൈഡാണോ? നീ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. എന്നാ എല്ലാം വീട്ടിൽ പോയേ പോയേ പോയേ. സാറേ ഇതാ നമ്മുടെ വീട്. അതുകൊണ്ട് വീട്ടിൽ പോടാ. ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്ന അല്ല സാറേ, നിന്നോട് ഞാൻ പ്രത്യേകം പറയണോടാ. ഇനി സാറേ വേണമെന്നില്ല, ഞാൻ അനുസരിച്ചോളാം. എന്താ സാറേ സ്വന്തം വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റില്ല നമുക്ക്? ഒറ്റ അത്രയും പൊതുശല്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കൂലല്ലടാ. മര്യാദക്ക് പറയുമ്പോ എന്താ മര്യാദ കുറവ്? എന്റെ വീടിന്റെ പോലീസ് ഫ്രണ്ടിൽ തട്ടിക്കാൻ. എന്താ മര്യാദ? നിനക്കെന്റെ സ്വഭാവം അറിയത്തില്ല കേട്ടോ. എന്താണ് എന്താണ് വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് വർത്താനം പറയണത് നിങ്ങള്? ഇത് ഞങ്ങളുടെ വീടാണ്, ഇതിന് ചേട്ടപ്പുള്ളയാണ്. നീയാണ് വീട് ഇവിടെയാണ്. നിങ്ങൾക്ക് എന്താ? സാറേ സാറേ ഈ പിള്ളേര് നമ്മുടെ പിള്ളേരാ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാ. ഈ പിള്ളേരെ കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. സാറ് പോയി സമാധാനം കളയാണ്ട് വെറുതെ വെളുപ്പിക്കില്ല സാറ് സാറേ. പോയിക്കേ. എന്റെ കൈക്ക് വന്ന് കേറുന്നീയൊക്കെ ആണോ സാറേ? സാറേ ഞാൻ ഒറ്റ ബുദ്ധിയാട്ടാ പറഞ്ഞേക്കാം.